പാലക്കാടിന്റെ വരണ്ട മണ്ണിൽ ഓലമേഞ്ഞ എന്റെ കൊച്ചുവീട് ഒരു ദുരിത സ്മാരകം പോലെ നിന്നു. വിഷുവിന്റെ കണിവെള്ളരി പോലെ സമൃദ്ധിയുണ്ടായിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അച്ഛൻ വാസുദേവന്റെ കൈകളിൽ പണിയെടുത്തതിന്റെ കരുത്തുണ്ടായിരുന്നു. പക്ഷേ ആ കരുത്ത് രോഗത്തിന്റെ രൂപത്തിൽ ചോർന്നുപോയി. അതോടെ എന്റെ വീടിന്റെ ഓരോ മൂലയിലും കടത്തിന്റെ കറുത്ത നിഴൽ വീണു. കിണറ്റിലെ വെള്ളത്തിന് പോലും ഉപ്പുരസം തോന്നിച്ചു. എന്റെ അമ്മയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞ് വർഷങ്ങളായി. അവരുടെ നോട്ടം എപ്പോഴും കിടക്കയിൽ ചുമച്ചു കിതയ്ക്കുന്ന അച്ഛനിലേക്കായിരുന്നു. ഏറ്റവും വലിയ നൊമ്പരം എന്റെ മൂത്ത സഹോദരൻ പ്രമോദിന്റെ അവഗണനയായിരുന്നു. സമ്പന്നനായ ഭാര്യാപിതാവിന്റെ വീട്ടിലേക്ക് പ്രമോദ് ചേക്കേറി. അവൻ കൂട്ടുകുടുംബത്തിന്റെ കെട്ടുപാടുകൾ ഉപേക്ഷിച്ചു. നമുക്കിനി അവരുടെ ഭാരം ചുമക്കേണ്ട എന്ന് പ്രമോദിന്റെ ഭാര്യ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് തളർന്നാണ് അച്ഛൻ രോഗിയായത്. ആ വാത്സല്യം നിറഞ്ഞ കുടുംബം പ്രമോദിന് പണത്തിനു മുന്നിൽ വഴിമാറി. ജപ്തി നോട്ടീസ് വന്ന ആ വൈകുന്നേരം എനിക്കിന്നും മായാത്ത മുറിവാണ്. പ്രമോദിന്റെ വലിയ വീടിന്റെ പടിവാതിൽക്കൽ ഞാൻ നിന്നു. അപ്പോൾ അവന്റെ ഭാര്യയുടെ കണ്ണുകളിലെ പുച്ഛം ഞാൻ കണ്ടു. ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്നു പറഞ്ഞ് പ്രമോദ് വാതിൽ കൊട്ടിയടച്ചു. അപ്പോഴെന്റെ മനസ്സിൽ വിഷാദമല്ല, പകയുടെ കനലുകളാണ് എരിഞ്ഞത്. ഒടുവിൽ അമ്മയുടെ നിശ്ചയദാർഢ്യമാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഗൾഫിലുള്ള എന്റെ അമ്മാവൻ വഴി ഒരു വിസ ശരിയായി. സൗദി അറേബ്യയിലെ ഷെയ്ഖ് ഖാലിദ് അൽ മൻസൂറിന്റെ സ്ഥാപനത്തിൽ ഡ്രൈവർ ജോലിക്കുള്ള വിസയായിരുന്നു അത്. വിമാനം കയറുന്നതിനു മുൻപ് ഞാൻ വീട്ടിലെ മണ്ണിൽ ചുംബിച്ചു. അച്ഛന്റെ മെലിഞ്ഞ കൈകൾ പിടിച്ചു ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഈ മണ്ണ് വിട്ട് ഞാൻ പോകുന്നു. ഒരുപാട് പണവുമായി ഞാൻ തിരികെ വരും. അച്ഛന്റെ ഈ രോഗവും ഈ കടവും തീർക്കാതെ ഞാൻ ഇനി ഉറങ്ങില്ല. ആ യാത്ര കേവലം പണമുണ്ടാക്കാനുള്ളതായിരുന്നില്ല. അത് നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ അഭിമാനം വീണ്ടെടുക്കാനുള്ള എന്റെ പോരാട്ടമായിരുന്നു. വിശാലമായ മരുഭൂമിയുടെ താപവും ഷേഖ് ഖാലിദിന്റെ കൊട്ടാരത്തിന്റെ തണുപ്പും എന്നെ അമ്പരപ്പിച്ചു. കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മറ്റൊരു ലോകം നിലനിന്നു. ആദ്യ ദിവസങ്ങളിൽ ഞാൻ സാധാരണ ഡ്രൈവറായി ജോലി ചെയ്തു. ഷേഖിന്റെ ആഡംബരപൂർണമായ ജീവിതരീതികൾ കണ്ട് ഞാൻ വിസ്മയിച്ചു. എങ്കിലും എന്റെ കണ്ണുകൾ എപ്പോഴും നാട്ടിലെ ദുരിതങ്ങളിലായിരുന്നു. എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് വന്നത് ഒരു സാധാരണ ദിവസമാണ്. അന്ന് ഞാൻ ഷെയ്ഖിന്റെ ഇളയ മകൾ ഫാത്തിമയുടെ സ്വകാര്യ ഡ്രൈവറായി നിയമിക്കപ്പെട്ടു. ഫാത്തിമ, അവൾ ശുദ്ധമായ സൗന്ദര്യത്തിന്റെ പര്യായമായിരുന്നു. ചന്ദന നിറമുള്ള മുഖം, കരിമിഷി എഴുതിയ നീണ്ട കണ്ണുകൾ, കരിനീല ഷാളുകൊണ്ട് പകുതി മറച്ച ചുണ്ടുകൾ. ആദ്യമായി അവൾ കാറിൽ കയറാൻ വാതിൽ തുറന്നു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോഴെന്റെ കൈകൾ ചെറുതായി വിറച്ചു. എന്റെ മനസ്സിനോട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, അരുത്, ഞാൻ വെറുമൊരു ഡ്രൈവറാണ്. അവളൊരു രാജകുമാരിയും. എന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ലോകവും അവളുടെ ആഡംബര ലോകവും തമ്മിൽ വലിയ ദൂരമുണ്ട്. ആ ദൂരം എന്നെ വികാരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി. എന്റെ കണ്ണുകളിലെ ബഹുമാനവും വിനയവും നിസ്സംഗതയും ഫാത്തിമ ശ്രദ്ധിച്ചു. എങ്കിലും എന്റെ നിശബ്ദതയ്ക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. ഒരു ദിവസം ഫാത്തിമ ചോദിച്ചു, നിങ്ങൾ എന്താണ് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് അരുൺ? ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി. എനിക്കൊരു സങ്കടവുമില്ല മാഡം, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുകയാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി. എന്റെ ലാളിത്യവും സത്യസന്ധതയും ഫാത്തിമയിൽ മതിപ്പുളവാക്കി. പണത്തിന്റെ തിളക്കമില്ലാത്ത ഒരു വലിയ മനുഷ്യൻ അവളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്നു. അത് അവൾ തിരിച്ചറിഞ്ഞു. ഷേഖ് ഖാലിദും ഭാര്യയും ദുബൈയിലേക്ക് പോയ ദിവസങ്ങൾ, അത് എന്റെയും ഫാത്തിമയുടെയും ജീവിതത്തിലെ ഒരു നേരിയ ഇടവേളയായിരുന്നു. കൊട്ടാരം നിശബ്ദതയുടെ ഒരു കട്ടിയുള്ള പുതപ്പിനുള്ളിലായിരുന്നു. രാത്രിയുടെ നിഴലുകൾ കട്ടിയായി. 11 മണിയോടെ ഫാത്തിമ എന്നെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ നടന്നു കയറിയത് ഒരു വലിയ സ്വർണ്ണക്കൂടിനുള്ളിലേക്കായിരുന്നു. എന്റെ ഹൃദയം പേടിച്ചരണ്ട ഒരു കുഞ്ഞിനെപ്പോലെ പെരുമ്പര കൊട്ടി. ഫാത്തിമയുടെ മുറിക്ക് അതിൻ്റേതായ പ്രൗഢിയുണ്ടായിരുന്നു. അവൾ ലളിതമായ ഒരു അബായ ധരിച്ച് ജനൽ അരികിൽ നിന്നു. അരുൺ, അവളുടെ ശബ്ദം നേർത്തതായിരുന്നു, കാറ്റിലൊഴുകി വരുന്ന ഈണം പോലെ. മാഡം, ഞാൻ തലകുനിച്ചു. എന്റെ അടുത്തു വരൂ അരുൺ, പേടിക്കണ്ട. ഇന്നിവിടെ ഷെയ്ഖിന്റെ മകളില്ല, നീ വെറും ഡ്രൈവറുമല്ല. അവളുടെ കണ്ണുകളിൽ ആദ്യമായി ഞാൻ കണ്ടത് അധികാരമായിരുന്നില്ല, മറിച്ച് നിസ്സഹായതയും സ്നേഹവുമായിരുന്നു. എന്റെ ലോകത്തിലെ ഈ എല്ലാ തിളക്കത്തിനും വെളിച്ചം നൽകാൻ എനിക്കൊരാളെ വേണം. ആ വെളിച്ചം നിങ്ങളാണെന്ന് തോന്നുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഫാത്തിമ, എനിക്ക് നിങ്ങളെ. എന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾ അനുവദിച്ചില്ല.
എനിക്കറിയാം, നിങ്ങളുടെ ബഹുമാനവും വിനയവും എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ഇഷ്ടം എന്റെ മനസ്സ് തിരഞ്ഞെടുത്തതാണ്. അതിന് അതിരുകളോ മതിലുകളോ ഇല്ല. അവൾ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അത് കേവലം ഒരു ആകർഷണമല്ലായിരുന്നു, അത് ആത്മാവിന്റെ സ്നേഹമായിരുന്നു. ഞാൻ ഭയത്തെ ദൂരെ മാറ്റി. എന്റെ സ്ഥാനവും പദവിയും ഞാൻ മറന്നു. അവളുടെ മുന്നിൽ ആദ്യമായി ഞാനൊരു സാധാരണ മനുഷ്യനായി നിന്നു. ഫാത്തിമ, നിങ്ങളെ ആദ്യമായി കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സിലൊരു മിന്നൽ പിണറുണ്ടായതാണ്. പക്ഷേ ഞാൻ ഒരുപാട് ചെറുതാണ്. എന്റെ ലോകം മുഴുവൻ ദുരിതങ്ങളാണ്. ആ രാത്രി ആ കൊട്ടാരത്തിൽ ഞങ്ങൾ പരസ്പരം തങ്ങളുടെ ലോകം പങ്കുവച്ചു. ഞാൻ കേരളത്തിലെ എന്റെ ദാരിദ്ര്യം വിവരിച്ചു. അച്ഛന്റെ വേദനയെക്കുറിച്ചു പറഞ്ഞു. ചേട്ടൻ പ്രമോദ് പണത്തിനുവേണ്ടി ഞങ്ങളെ ഉപേക്ഷിച്ച കഥ കണ്ണീരോടെ വിവരിച്ചു. സഹോദരന്റെ വാതിൽക്കൽ നിന്ന് വാത്സല്യം കിട്ടാതെ മടങ്ങിയതിന്റെ വേദന എന്റെ വാക്കുകളിൽ അലയടിച്ചു. ഫാത്തിമ എന്റെ തോളിൽ തലോടി. മതി അരുൺ, മതി. ആരും നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ വിഷമം എന്റേതുകൂടിയാണ്. അവളുടെ സ്നേഹം കേവലം വാത്സല്യമായിരുന്നില്ല, അതൊരു വാഗ്ദാനമായിരുന്നു. നിങ്ങളിനി പണത്തെക്കുറിച്ച് വിഷമിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ തുണയായിരിക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ കാറ് വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിൽ വന്ന സന്ദേശം കണ്ട് ഞാൻ വിറച്ചുപോയി. എന്റെ അക്കൗണ്ടിൽ 40 ലക്ഷം രൂപ. അതൊരു സമ്മാനമായിരുന്നില്ല, അത് വിശ്വാസത്തിന്റെ പാലമായിരുന്നു. ഷെയ്ഖ് ഖാലിദും ഭാര്യയും തിരിച്ചെത്തിയതോടെ കൊട്ടാരത്തിലെ അന്തരീക്ഷം മാറിമറിഞ്ഞു. ആഡംബരത്തിന്റെ തണുപ്പിനു പകരം ഒരുതരം ഭയത്തിന്റെ കനം അവിടെ നിറഞ്ഞു. എന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ തിളക്കം മാഞ്ഞു. നിരന്തരമായ ഒരു ഉത്കണ്ഠ കൂടുകെട്ടി. ഷെയ്ഖിന്റെ നോട്ടങ്ങൾ ഇപ്പോൾ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന എന്നിൽ പതിവായി. ആ നോട്ടങ്ങൾക്ക് ചോദ്യങ്ങളില്ലായിരുന്നു, പക്ഷേ അതൊരു വേട്ടക്കാരൻ്റേതുപോലെ മൂർച്ചയുള്ളതായിരുന്നു. ഫാത്തിമയുടെ കണ്ണുകളിലെ തിളക്കം ഷെയ്ഖിന് സംശയമുണ്ടാക്കിയിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം കാറ് പാർക്ക് ചെയ്യുമ്പോൾ ഷെയ്ഖ് എന്നെ നേർക്കുനേർ നോക്കി. എന്റെ മകൾക്കു വേണ്ടി നീ വളരെ വിശ്വസ്തയോടെയാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകളിലെ പുകഴ്ത്തലല്ല ഞാൻ കണ്ടത്, അതിലൊളിപ്പിച്ച ഭീഷണി ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ബന്ധം അധികനാൾ രഹസ്യമായിരിക്കില്ല. ഏതെങ്കിലും ചെറിയ പിഴവ് മതി. ഞാൻ മാത്രമല്ല, എന്റെ എല്ലാമെല്ലാമായ ഫാത്തിമയും വിഷമത്തിലാകും. ഞാൻ പോയേ തീരൂ എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു. ഈ പണവും സുരക്ഷിതത്വവും തൽക്കാലം മതി. എന്റെ പേരിൽ ഫാത്തിമയ്ക്കൊരു ദോഷവും വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നീടൊരു ദിവസം ഉച്ചയ്ക്ക് ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഞാൻ ഫാത്തിമയെ കണ്ടു. അപ്പോൾ ഞാൻ എന്റെ തീരുമാനം അവളെ അറിയിച്ചു. ഫാത്തിമ, ഞാൻ നാട്ടിലേക്ക് പോകുകയാണ്. കുറച്ചു കാലത്തേക്കൊരു അവധിയെടുക്കുന്നു. അവളുടെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നു. അരുൺ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഷെയ്ഖ്, ഫാത്തിമ, നിങ്ങൾ സുരക്ഷിതയായിരിക്കണം. നിങ്ങളുടെ മുഖത്തെ സന്തോഷം ഷെയ്ഖ് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ പേരിൽ നിങ്ങൾക്കൊരു ദുരിതവും വരരുത്. ഞാനൊരു ഡ്രൈവറാണ്. എന്നെ ഉപദ്രവിക്കാൻ അദ്ദേഹത്തിന് നിമിഷങ്ങൾ മതി. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് വേദനിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല. എന്റെ വാക്കുകളിൽ വേദനയും ദൃഢതയും ഉണ്ടായിരുന്നു. എന്റെ സ്നേഹം അവളോടുള്ള കടപ്പാടായിരുന്നു. ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എന്നെ ചേർത്തുപിടിച്ചു. നിങ്ങളെന്നെ വിട്ടുപോകില്ലെന്ന് എനിക്ക് വാക്ക് തരണം അരുൺ. ഇത് വെറുമൊരു ഇടവേള മാത്രമാണ്. ഞാൻ അവളുടെ കൈകളിൽ അമർത്തി ചുംബിച്ചു. എന്റെ ജീവിതം നിങ്ങളുടേതാണ് ഫാത്തിമ. ഞാൻ എന്റെ കടമകൾ തീർക്കാൻ പോകുകയാണ്. ആ കടങ്ങൾ ഈ 40 ലക്ഷം കൊണ്ട് എനിക്ക് തീർക്കാൻ കഴിയും. എന്നിട്ട് ഞാൻ ഉടൻ വരും. എന്റെ ലോകം ഇവിടെയാണ്. അച്ഛന്റെ രോഗാവസ്ഥയും നാട്ടിലെ പ്രധാനപ്പെട്ട വീട്ടുകാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖിനെ അവധിക്കുള്ള അപേക്ഷ നൽകി. ഷെയ്ഖ് അൽ മൻസൂർ ഉടൻ തന്നെ അത് അനുവദിച്ചു. മരുഭൂമിയിലെ ആ കൊട്ടാരത്തിലെ എന്റെ മുറിയിൽ നിന്ന് ഞാൻ പടിയിറങ്ങി. അപ്പോൾ എന്റെ മനസ്സിൽ ഫാത്തിമയുടെ മുഖം മാത്രമായിരുന്നു. വിമാനത്താവളത്തിലേക്ക് എന്നെ കൊണ്ടുപോയ ടാക്സിയിലിരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ തിരിഞ്ഞു നോക്കി. ഞാനിപ്പോൾ പോകുന്നു, പക്ഷേ എന്റെ യാത്ര നിന്നിലേക്കാണ് ഫാത്തിമ. കേരളത്തിലെത്തിയ ഞാനൊരു നായകനെ പോലെയായിരുന്നു. ഞാൻ ആദ്യം ഓടിയെത്തിയത് അച്ഛന്റെ അടുത്തായിരുന്നു. ഫാത്തിമ നൽകിയ പണം കൊണ്ട് അച്ഛന്റെ ചികിത്സാ ചിലവുകൾ ഞാൻ പൂർണ്ണമായും ഏറ്റെടുത്തു. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. അടുത്ത ലക്ഷ്യം വീടായിരുന്നു. ഞാൻ ബാങ്കിൽ പണമടച്ചു. ജപ്തി നോട്ടീസ് കീറിക്കളഞ്ഞ ആ നിമിഷം അത് സ്വർഗം കിട്ടിയ അനുഭൂതിയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബാക്കി തുക അച്ഛന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അതോടെ എന്റെ കുടുംബം ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരായി. ഞാൻ വെറും ലക്ഷാധിപതിയല്ല, കുടുംബത്തിന്റെ വെളിച്ചമായി മാറി. എന്റെ ഈ ഭാഗ്യമറിഞ്ഞ് പ്രമോദ് ഭാര്യയുമൂടെ എന്റെ പുഴയ തറവാട്ടിലേക്ക് വന്നു. പ്രമോദ് നിറപുഞ്ചിരിയുടെ എന്നെ കെട്ടിപ്പിടിക്കാനൊരുങ്ങി. പക്ഷെ ഞാൻ ഒഴിഞ്ഞുമാറി. പ്രമോദിന്റെ ഭാര്യ മുൻപെന്നെ പുച്ഛത്തോടെ നോക്കിയവളാണ്. ഇത്തവണ അവൾ കൂടുതൽ മധുരമായ വാക്കുകൾ പറഞ്ഞു. എന്നാൽ എന്റെ അമ്മ തിരിഞ്ഞുനിന്നു. അവരുടെ മുഖത്തെ കടുപ്പം പ്രമോദിന്റെ മനസ്സിനെ പൊള്ളിച്ചു. ഞാൻ ശാന്തനായി പ്രമോദിനെ സ്വീകരിച്ചു. അവനെ മുൻപിലെ കസേരയിലിരുത്തി. ചേട്ടാ, ഞാൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നമ്മുടെ കുടുംബം തകർന്നപ്പോൾ, കടങ്ങൾ പെരുകിയപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ പുതിയ വീട്ടിലായിരുന്നില്ലേ? അന്ന് ഈ വീട്ടിലെ ഒരു അംഗമായി നിലനിൽക്കാൻ നിങ്ങൾ തയ്യാറായില്ല. പിന്നെന്തിനാണിപ്പോൾ ഈ സ്നേഹം? പ്രമോദ് മുഖമുയർത്താതെ നിന്നു. എനിക്കൊരു തെറ്റുപറ്റി അരുൺ. ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ട്
നീയൊന്ന് സഹായിക്കണം. ഇല്ല ചേട്ടാ, എന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഈ പണം എന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി എനിക്ക് കിട്ടിയതാണ്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കുടുംബത്തെ അവഗണിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എനിക്ക് ഫാത്തിമ തന്നതല്ല. 1 രൂപ പോലും നൽകാതെ ഞാൻ പ്രമോദിനെ മടക്കിയയച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ ഫാത്തിമയോട് എന്റെ കടപ്പാട് വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചു. 1 മാസം തികയും മുൻപ് ഫാത്തിമയുടെ വിളി വന്നു. ഇത്തവണ അവളുടെ ശബ്ദത്തിൽ ഒരുതരം ഭയം കലർന്നിരുന്നു. അരുൺ, ഇവിടെ കാര്യങ്ങൾ പഴയ പോലെയല്ല. എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. എനിക്ക് നിങ്ങളെ വേണം. ഞാൻ നാട്ടിലെ എല്ലാ ബാധ്യതകളും പൂർത്തിയാക്കി. എന്റെ കടമകൾ നിറവേറ്റി. ഞാൻ ടിക്കറ്റ് എടുത്തു. അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിച്ചു. ഇതൊരു യാത്രയാണമ്മേ. ഇനി എന്റെ സ്വന്തം ജീവിതം തുടങ്ങാൻ വേണ്ടിയുള്ള യാത്ര. വിമാനത്താവളത്തിലേക്ക് നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു സത്യം മാത്രം മുഴങ്ങി. ഈ 40 ലക്ഷം എന്റെ കുടുംബത്തെ രക്ഷിച്ചു. എന്നാൽ ഫാത്തിമയാണ് എന്റെ ജീവിതത്തെ രക്ഷിക്കുന്നത്. അവളില്ലെങ്കിൽ ഈ പണത്തിന് എനിക്കെന്തു വില? നാട്ടിലെ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ച് ഫാത്തിമയെ തേടി ഞാൻ സൗദിയിലേക്ക് പറന്നു. എന്റെ ലക്ഷ്യം സ്നേഹത്തിന്റെ മാത്രം ലോകമായിരുന്നു.